ഹലോ ഡിയേഴ്സ്. അപ്പോൾ ഇന്ന് നോക്കാൻ പോകുന്നത് നവോത്ഥാനത്തിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. എപ്പോഴും ഒരു PSC എക്സാമിന് ഇതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. എല്ലാവരും ഇത് പഠിച്ചോണം. കംപ്ലീറ്റ് മാർക്ക് ഇതിൽ നിന്ന് തന്നെ നേടാം. ഓക്കെ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. ജാതി ഒന്ന്, മതം ഒന്ന്, കുലം ഒന്ന്, ലോകം ഒന്ന് എന്ന സന്ദേശം നൽകിയ സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? വൈകുണ്ഠ സ്വാമികളാണ്. ഓക്കെ, ജാതി ഒന്ന്, മതമൊന്ന്, കുലമൊന്ന്, ലോകമൊന്ന്. കേരളൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് ആര്? സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയാണ്. എൻ്റെ ജീവിത സ്മരണകൾ എന്നത് ആരുടെ ആത്മകഥയാണ്? മന്നത്ത് പത്മനാഭൻ. ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത പ്രക്ഷോഭം ഏതാണ്? ആദ്യത്തെ സംഘടിത പ്രക്ഷോഭം ആറ്റിങ്ങൽ കലാപം. സംഘടിതമെന്ന് ചോദിച്ചാൽ ആറ്റിങ്ങൽ കലാപമാണ്. ശുചീന്ദ്രൻ കൈമുക്ക് എന്ന ദുരാചാരം നിർത്തലാക്കിയ തിരുവിതാംകൂർ മഹാരാജാവ് ആരാണ്? സ്വാതി തിരുനാൾ. രാജാധികാരത്തെ എതിർത്ത ആദ്യത്തെ വിപ്ലവകാരി ആര്? രാജാധികാരത്തെ എതിർത്ത ആദ്യത്തെ വിപ്ലവകാരിയാണ് വൈകുണ്ഠ സ്വാമികൾ. കുഞ്ഞൻപിള്ള എന്ന യഥാർത്ഥ നാമധേയം ഉള്ള കേരളത്തിലെ നവോത്ഥാന നായകൻ ആരാ? ചട്ടമ്പി സ്വാമികൾ. കേരള നവോത്ഥാനത്തിൻ്റെ വഴിത്തിരിവായ അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയത് ആരാണ്? ശ്രീനാരായണ ഗുരു. ഈഴവരുടെ രാഷ്ട്രീയ നേതാവ് എന്ന് വിശേഷിക്കപ്പെടുന്ന വ്യക്തി ആര്? ഈഴവരുടെ രാഷ്ട്രീയ നേതാവ് ആരാണ്? ഡോക്ടർ പൽപ്പു ആണ്. ക്ഷേത്രപ്രവേശന വിളംബരത്തിൻ്റെ പ്രയോക്താവ് ആരാണ്? TK മാധവൻ. കേരളത്തിലെ വിവേകാനന്ദൻ എന്നറിയപ്പെടുന്നത് ആഗമാനന്ദ സ്വാമികൾ. ഇനി ഈഴവരെയും പുലയരെയും ഒന്നിച്ചിരുത്തി മിശ്രഭോജനം സംഘടിപ്പിച്ചത് ആരാണ്? സഹോദരൻ അയ്യപ്പനാണ്. താഴ്ന്ന വിഭാഗത്തിൽപ്പെട്ടവർക്ക് സഞ്ചാര സ്വാതന്ത്ര്യം ഇല്ലാതിരുന്ന കാലത്ത് വില്ലുവണ്ടി യാത്ര ആരാണ്? വില്ലുവണ്ടി യാത്ര നടത്തിയത് അയ്യങ്കാളി. ഓക്കെ, അപ്പോൾ ഇനി അടുത്തത്. വ്യക്തി സത്യാഗ്രഹത്തിനായി ഗാന്ധിജി തിരഞ്ഞെടുത്ത ആദ്യത്തെ കേരളീയൻ ആരാണ്? K കേളപ്പൻ. ആരാണ്? K കേളപ്പനെയാണ്. ഓക്കെ, കൊടുങ്കാറ്റിൻ്റെ മാറ്റൊലി എന്നത് ആരുടെ രചനയാണ്? AK ഗോപാലൻ്റെയാണ് കൊടുങ്കാറ്റിൻ്റെ മാറ്റൊലി. ഇനി 1913 ചരിത്ര പ്രാധാന്യമുള്ള കായൽ സമ്മേളനത്തിന് നേതൃത്വം നൽകിയത് കായൽ സമ്മേളനം ആരായിരുന്നു? പണ്ഡിറ്റ് കറുപ്പൻ. ചാന്നാർ കലാപത്തിലെ ലക്ഷ്യം എന്തായിരുന്നു? മാറുമറയ്ക്കാനുള്ള അവകാശം. ഓക്കെ, തിരുവിതാംകൂർ എന്നത് ഏത് പ്രക്ഷോഭത്തിൻ്റെയാണ്? മുദ്രാവാക്യം മലയാളി മെമ്മോറിയൽ. തിരുവിതാംകൂർ കർഷകരുടെ മാഗ്ന കാർട്ട എന്ന് വിശേഷിക്കപ്പെടുന്ന പ്രഖ്യാപനം ഏതാ? പണ്ടാരപ്പാട്ട വിളംബരം. അടുത്തത്. മലബാറിൽ ദേശീയ സമരത്തിന് നേതൃത്വം നൽകിയ വനിത. മലബാറിൽ ദേശീയ സമരത്തിന് നേതൃത്വം നൽകിയ വനിത ആരാണ്? AV കുട്ടിമാളു അമ്മയാണ്. നാസികളുടെ മർദ്ദനത്തെ തുടർന്ന് 1934 ജർമ്മനിയിൽ വെച്ച് മരണപ്പെട്ട കേരളീയ. അപ്പം ജർമ്മനിയിലെ അറിയാലോ M10 എന്ന കപ്പലിലെ ഉദ്യോഗസ്ഥൻ, അതായത് ആരാ? ഡോക്ടർ ചെമ്പകരാമൻ പിള്ള. ഇനി ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച ദിവസം 1936 നവംബർ 12. തിരുവിതാംകൂറിലെ ധീരദേശാഭിമാനി ആയിരുന്ന വേലുത്തമ്പി ദളവയുടെ ജനനസ്ഥലം ഏത്? തലക്കുളം. അതായത് വേലുത്തമ്പി ദളവയുടെ ജനനസ്ഥലം തലക്കുളമാണ്. പഴശ്ശിരാജയുടെ കേളസിംഹം എന്ന് വിശേഷിപ്പിച്ചത് സർദാർ KM പണിക്കർ. കുറിച്യർ കലാപം നടന്ന വർഷം ഇമ്പോർട്ടൻ്റ് ആണ്, 1812. ക്ഷേത്രപ്രവേശന വിളംബരം എഴുതി തയ്യാറാക്കിയത് ആരാണ്? ഉള്ളൂർ S പരമേശ്വരയ്യർ. കിഴിയൂർ ബോംബ് ഏത് സമരവുമായി ബന്ധപ്പെട്ടു? ക്വിറ്റ് ഇന്ത്യ സമരം. ഇനി ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം 1721 ഏപ്രിൽ 15. കേരളത്തെ ഒരു ഭ്രാന്താലയം എന്ന് സ്വാമി വിവേകാനന്ദൻ വിശേഷിപ്പിച്ച സംഭവം ഇല്ലേ? കേരളത്തെ ഒരു ഭ്രാന്താലയം എന്ന് എന്ത് കാരണത്തിലാണ് വിശേഷിപ്പിച്ചത്? ഇവിടുത്തെ ജാതി സമ്പ്രദായം കൊണ്ടാണ്. വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ നേതാവ് ആരാണ്? TK മാധവൻ. മലയാളി മെമ്മോറിയൽ സമർപ്പിച്ച വർഷം 1891 ജനുവരി 1. സ്വദേശാഭിമാനി പത്രത്തിൻ്റെ സ്ഥാപകൻ വക്കം അബ്ദുൽ ഖാദർ മൗലവി. ശ്രീലങ്കൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി ആര്? ശ്രീനാരായണ ഗുരു. ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ പേര് അയ്യപ്പൻ കുഞ്ഞൻപിള്ള. ശ്രീനാരായണ ഗുരുവിൻ്റെ സമാധിസ്ഥലം ശിവഗിരി. തിരുവിതാംകൂറിൽ നടന്ന പുലയ ലഹളയ്ക്ക് നേതൃത്വം നൽകിയ സാമൂഹിക പരിഷ്കർത്താവാരാണ്? അയ്യങ്കാളി. തിരുവിതാംകൂറിൽ നടന്ന പുലയ ലഹളയ്ക്ക്. ഓക്കെ, മലബാറിലെ നാരായണഗുരു എന്ന് വിശേഷിക്കപ്പെടുന്നത് വാഗ്ഭടാനന്ദൻ. പൊയ്കയിൽ യോഹന്നാൻ ഉപദേശി എന്ന് അറിയപ്പെടുന്ന നവോത്ഥാന നായകൻ ആരാണ്? കുമാരഗുരുദേവൻ. അല്ലെ, പൊയ്കയിൽ യോഹന്നാൻ ഉപദേശി. ദൈവദശകം എന്ന കൃതിയുടെ കർത്താവ് ശ്രീനാരായണ ഗുരു. സമത്വ സമാജം ആരാണ് സംഘടിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ്? വൈകുണ്ഠ സ്വാമികൾ. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ സെക്കൻഡ് പാർട്ട് കൊണ്ടുവരാം. താങ്ക് യു.